ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ നന്ദി പറയുക. ഇനി സിറ്റുവേഷൻസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത്? ഇതിലെന്തോ ഒരു നല്ല കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്, ഇതിലൂടെയും എനിക്കൊരു മംഗളം ഉണ്ടാകും എന്നാണ് സ്വയത്തോട് പറയേണ്ടത്. കാരണം ആ സിറ്റുവേഷനിൽ ഒരു മംഗളം എന്തായാലും ഉണ്ടായിരിക്കും. തീർച്ചയായും ഒരു നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളിൽ ആർക്കൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അന്നങ്ങനെ സംഭവിച്ചത് നന്നായി എന്ന് തോന്നിയിട്ടുള്ള എക്സ്പീരിയൻസസ് എഴുതി വയ്ക്കണം. പക്ഷേ നമുക്ക് പ്രതികൂലമായ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉയരാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഇതെങ്ങനെയുണ്ടായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ചിലപ്പോൾ 6 മാസമോ അല്ലെങ്കിൽ 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിലെ നേട്ടത്തിനെക്കുറിച്ച് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ എന്താണ് പറയുക? അന്ന് അങ്ങനെ സംഭവിച്ചത് വളരെ നന്നായി. നമ്മൾ ഇങ്ങനെ പറയുന്നുവെങ്കിലും 2-3 വർഷങ്ങൾ നമ്മൾ നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബേസ്റ്റ് വേർഷൻ എങ്ങനെയായി മാറും? എൻ്റെ ബേസ്റ്റ് വേർഷൻ ശക്തി കുറഞ്ഞ രീതിയിലായി മാറുന്നു. ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ അഥവാ ബെസ്റ്റ് വേർഷനിൽ നിലനിൽക്കുക എന്നാൽ എന്താണ്? ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ ആദ്യം സൃഷ്ടിക്കുന്ന വൈബ്രേഷൻസ് എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു ദൃശ്യം വരികയാണെങ്കിൽ അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല ചിന്ത ക്രിയേറ്റ് ചെയ്യണം. Create an immediate thought without even using logic at that moment. നിങ്ങൾ സൃഷ്ടിക്കുന്ന ചിന്ത യുക്തിക്ക് അനുയോജ്യമായിരിക്കണമെന്നില്ല. ആദ്യം ഇതിനെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്ലെസ് ദാറ്റ് സീൻ. ഏറ്റവും ആദ്യമായി ആ സാഹചര്യത്തിന് ആശീർവാദങ്ങൾ നൽകുകയാണ് വേണ്ടത്. എങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് ആണ് നൽകേണ്ടത്? ഇതിലും എന്തോ ഒരു മംഗളം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനെ ഒന്ന് മനസ്സിൽ കാണൂ. അത് ശരിയായിട്ടല്ല നടക്കുന്നത് എന്നാണ് നിങ്ങൾ ഇപ്പോൾ തോന്നുന്നത്. ഇതിനായി പുതിയൊരു ചിന്ത സൃഷ്ടിക്കാം. ഇതിലും ഒരു മംഗളമുണ്ട്. ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ പോലും എന്താണ് പറയേണ്ടത്? അപ്പോഴും ആ ആത്മാവിന് ഒരു നേട്ടം ലഭിക്കുന്നുണ്ട്. ഇതിലും ഒരു മംഗളമുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. ശരിയല്ലേ? നോ സഫറിങ് ഓർ പെയിൻ. ഒരു വിധത്തിലും ദുഃഖിക്കരുത്. ആ ആത്മാവിന് ഇതിൽ നിന്നും നന്മയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിഷമം താനേ ഇല്ലാതാകുന്നു. സാഹചര്യമല്ല നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത്. സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാണ് എൻ്റെ വിഷമങ്ങളെ കൂടുതലും കുറവാക്കുന്നത്. It is about my thoughts regarding the situations which decides my pain. ഇതിനു പകരം ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയൊക്കെ ഉണ്ടാകാമോ? സിറ്റുവേഷൻ വളരെ ചെറുതായിരിക്കും, പക്ഷേ അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്താണ്? എൻ്റെ ഭാഗ്യത്തിൽ മാത്രം ഇത്രയധികം പ്രോബ്ലംസ് വരുന്നുവല്ലോ. ഭഗവാൻ എന്തിനാണ് ഇത്രയധികം പ്രോബ്ലംസ് എനിക്ക് തരുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക? സിറ്റുവേഷൻ വളരെ ചെറുതായിരുന്നു, പക്ഷേ എൻ്റെ വൈബ്രേഷൻ വളരെ ലോ ആയി മാറാൻ തുടങ്ങുന്നു. ചില സമയങ്ങളിൽ സിറ്റുവേഷൻസ് കുറച്ച് വലുതായിരിക്കും, എന്നാൽ ആ സമയത്ത് ഞാൻ പറയുകയാണ്, എന്തോ ഒരു നല്ല കാര്യം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇഫ് ഐ ഗോ ഇൻ ടോക്കിംഗ് ലൈക്ക് ദാറ്റ്, ഈ വലിയ സിറ്റുവേഷനും എനിക്ക് നന്മ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. ഈവൻ ദി സിറ്റുവേഷൻസ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ മീ. ഇതിൽ മറിഞ്ഞിരിക്കുന്ന നന്മ എന്താണെന്ന് എനിക്കിപ്പോൾ കാണാനാവുന്നില്ല. എങ്കിലും ഈ സിറ്റുവേഷൻ തീർച്ചയായും ഒരു മംഗളം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് തീർച്ചയാണ്. ദിസ് ഈസ് സർട്ടൈൻ. ഇങ്ങനെയുള്ള ചിന്തകൾ സൃഷ്ടിക്കാൻ തുടങ്ങുക. അതോടെ മനസ്സിൽ വരുന്ന ചിന്തകൾ നിൽക്കും. കാരണം ഇതിനുശേഷം മനസ്സിന് കൂടുതൽ ചിന്തകളെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കാവുന്നതാണ്.
നമ്മൾ വളരെ ലോ എനർജിയിലുള്ള ചിന്തകളെ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് കൂടുതൽ ചിന്തകളെ സൃഷ്ടിക്കുന്നു. ഉദാഹരണമായി നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ നല്ല ചിന്തകൾ സൃഷ്ടിക്കാൻ തുടങ്ങാം. ഈ വ്യക്തി വളരെ നല്ല ആളാണ്. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായി ചെയ്യുന്നു. ഇങ്ങനെയുള്ള 2-3 വാചകങ്ങൾ മാത്രമേ നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ശരിയല്ലേ? ഒരാളെ പ്രശംസിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അവർ നല്ലതാണെങ്കിൽ അത് പറയുക അത്ര തന്നെ. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റായി പറയാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരാളുടെ മോശമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ അവരെക്കുറിച്ച് എഴുതാൻ കഴിയും. ശരിയല്ലേ? ഇത് വളരെ സിമ്പിൾ സയൻസാണ്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ഗുണമേന്മയും വലിപ്പവും. നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാര്യത്തിൻ്റെ ക്വാണ്ടിറ്റി ചെറുതായിരിക്കും. ഇനി ക്വാളിറ്റി നല്ലതല്ല എങ്കിൽ പിന്നെ മനസ്സിൻ്റെ ചിന്തകൾ അവസാനിക്കുകയില്ല. മനസ്സ് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഒന്നിനു പുറകെ എന്ന രീതിയിൽ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ധാരാളം ആളുകൾ ഈ പരാതി പറയാറുണ്ട്. എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് നിർത്തുന്നില്ല. നമുക്കൊരിക്കലും മനസ്സിനെ ചിന്തിക്കുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചിന്തകളുടെ ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കായി കുറയാൻ തുടങ്ങും, ചിന്തകൾ കുറയാൻ തുടങ്ങും. സോ എൻ്റെ ബേസ്റ്റ് വേർഷൻ എത്തണമെങ്കിൽ ഞാൻ എൻ്റെ വൈബ്രേഷൻസിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീകൃഷ്ണൻ്റെ മഹിമ എന്താണ്? 16 കലകളാൽ സമ്പൂർണ്ണമാണ് ശ്രീകൃഷ്ണൻ. സമ്പൂർണ്ണ നിർവികാരി, അഹിംസ പരമോധർമ്മ. 16 കലകളാൽ സമ്പന്നമെന്ന് നമ്മൾ പൂർണ്ണചന്ദ്രനെയാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ സത്യത്തെയും 16 തവണ പോലെ സത്യമായ കാര്യം എന്ന് പറയാറുണ്ട്. പരിപൂർണതയിൽ അല്പം പോലും കുറവോ മായയോ ഇല്ല എന്നാണ് ഇതിനർത്ഥം. ഓരോ സംസ്കാരങ്ങളിലും പെർഫെക്ഷൻ. എന്തുകൊണ്ടാണ് ഇത് ശ്രീകൃഷ്ണൻ്റെ മാത്രം മഹിമകളായി മാറിയത്? ശ്രീകൃഷ്ണന് മാത്രമാണോ ഇത്രയധികം വിശേഷതകൾ ഉള്ളത്? ശ്രീകൃഷ്ണ അഷ്ടമി ശ്രീകൃഷ്ണൻ്റെ മാത്രം ഗുണഗാനങ്ങൾ പാടുന്നതിന് വേണ്ടി മാത്രമുള്ള ദിവസമാണോ? ഈ ദിവസത്തിന് പ്രത്യേകത എന്താണ്? ഇനി നമുക്ക് നമ്മുടെ വൈബ്രേഷൻസിനെ ശ്രീകൃഷ്ണൻ്റെ വൈബ്രേഷൻസിൻ്റെ അത്രയും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വൈബ്രേഷൻസിനെ ഉയർത്തുന്നതിനായി സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഉള്ളത്. ആദ്യമായി നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ വൈബ്രേഷൻസിന് ഒരു റാങ്കിങ് നൽകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ വൈബ്രേഷൻസ് എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കാം. കലിയുഗി വൈബ്രേഷൻസ് ഇപ്പോൾ വളരെ താഴ്ന്ന 10 എന്ന നിലവിൽ ആണ് വന്നു നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കാം. ഇതൊരു ഊഹം മാത്രമാണ്, അല്ലാതെ സയൻറ്റിഫിക്കായ കാര്യമല്ല. എന്തെന്നാൽ ഇപ്പോൾ വളരെയധികം ഭയം, ധാരാളം വിഷമങ്ങൾ, ചിന്തകൾ, ദുഃഖങ്ങൾ എല്ലാം ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് വളരെ താഴ്ന്ന് 10-ലെത്തി നിൽക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ്റെ വൈബ്രേഷൻ സത്യയുഗത്തിൻ്റെ വൈബ്രേഷൻ 100-ലാണ് ഉള്ളത്. 16 കലാസമ്പന്നൻ എന്നാൽ വൈബ്രേഷൻ 100 അഥവാ സമ്പൂർണ്ണ പവിത്രത. ഏതെങ്കിലും ഒരു ചിന്തയിൽ പോലും സ്വാർത്ഥതയോ അപവിത്രതയോ ഇല്ല. സ്വപ്നത്തിൽ പോലും അപവിത്രത ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഇത്. ഒരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ല. 16 കലാസമ്പന്നൻ എന്നാൽ ഒരു വിധത്തിലുള്ള ഇച്ഛകളും ഇല്ലാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. കലിയുഗത്തിൻ്റെ കുറിച്ച് നമ്മൾ എന്താണ് പറയാറുള്ളത്? കലിയുഗത്തിൽ ഇച്ഛകൾക്ക് ഒരിക്കലും അവസാനമില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ സത്യയുഗത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാമോ? ഇച്ഛ മാത്രം അവിദ്യ. ഇച്ഛ മാത്രം അവിദ്യ എന്നാൽ ആഗ്രഹങ്ങൾ എന്താണ് എന്നുപോലും അറിയാത്ത അവസ്ഥ. ആത്മാവ് പരിപൂർണമായ ഫുൾ ആയ സ്ഥിതിയിലാണ്. അതുകൊണ്ടാണ് ആഗ്രഹങ്ങൾ എന്താണെന്ന് പോലും അറിയാത്തത്. ആത്മാവ് ഫുൾ ആണ്. കൈകൾ നീട്ടി അത് വേണം, ഇത് വേണം, അത് വേണം എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ അല്ല ഉള്ളത്. എനിക്കത് വേണം, എനിക്ക് ഇത് വേണം. വസ്തുക്കൾ മാത്രമല്ല ആവശ്യം. ദിവസം മുഴുവൻ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഇവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അവർ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, ഫോൺ സൈലൻറ്റിലിടണം, അത് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളതല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണം എന്ന് തോന്നാറുണ്ട്.
ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ധാരാളം കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് ഓരോ തവണ വേണമെന്ന് പറയുമ്പോഴൊക്കെ ഞാൻ ഈ ലോകത്തിനോട് മുമ്പിൽ യാചിക്കുന്ന രീതിയിൽ കൈനീട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടെന്ന് പറയാറുള്ളത്, ഇപ്പോൾ കാലാവസ്ഥ വളരെ മോശമാണ്. ഇതും ഒരു തരത്തിലുള്ള ആഗ്രഹമാണ്. വേണമെന്ന ആഗ്രഹത്തെ എപ്പോഴും കൈനീട്ടിയ രീതിയിലാണ് കാണിക്കാറുള്ളത്. എന്നാൽ ദേവീദേവന്മാരുടെ കൈകൾ എങ്ങനെയാണുള്ളത്? അവർ സദാ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വ്യത്യാസം. കലിയുഗവും സത്യയുഗവും തമ്മിൽ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളത്. കലിയുഗത്തിൽ നമ്മുടെ കൈ എങ്ങനെയാണുള്ളത്? യാചിക്കുന്ന രീതിയിൽ. അടുത്തതായി നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വസ്തിക് രൂപം വരയ്ക്കുക. സ്വസ്തികിനെ 4 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആ 4 ഭാഗങ്ങളുടെ നമ്മുടെ 4 യുഗങ്ങളാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, പിന്നെ കലിയുഗം. സത്യയുഗം, ദ ഗോൾഡൻ ഏജ്, കൈ ദാതാവിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. ത്രേതായുഗത്തിൽ കൈ താഴെയാണ്. ദ്വാപരയുഗത്തിൽ കൈ നീട്ടി ചോദിക്കുന്ന രൂപത്തിലും, കലിയുഗത്തിലോ കൈ മുകളിലേക്കും. കലിയുഗത്തിൽ ലഭിക്കാത്ത കാര്യങ്ങളെ പിടിച്ചു വാങ്ങുന്ന രീതിയിലാണ് കൈയിനെ കാണിച്ചിട്ടുള്ളത്. സ്വസ്തിക് എന്നാൽ അർത്ഥം സ്വന്തം അസ്തിത്വം. ഇതാണ് നമ്മുടെ യഥാർത്ഥ അസ്തിത്വം. നമ്മൾ ആദ്യം എല്ലാം നൽകുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കൈകളിൽ പല വ്യത്യാസങ്ങൾ വന്നു. അവസാനം എല്ലാം യാചിക്കുന്ന അവസ്ഥയിലെത്തി. ഇനി ഇതിനുശേഷം നമ്മുടെ അവസ്ഥ എങ്ങനെയായി മാറും എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. കലിയുഗത്തിന് ശേഷം വീണ്ടും സത്യയുഗം വരും. ഇതൊരു സൈക്കിളാണ്. രാവിലെ, ഉച്ച, വൈകുന്നേരം, പിന്നെ രാത്രി കഴിഞ്ഞ് വീണ്ടും പ്രഭാതമാകുന്നു പോലെയാണിത്. രാത്രിക്ക് ശേഷം വീണ്ടും പ്രഭാതം വരും. നമ്മൾ ഒരിക്കലും രാത്രിയെ ശ്രദ്ധിക്കാറില്ല. രാത്രിയുടെയും പകലിൻ്റെയും ചക്രങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മൾ ഒരിക്കൽ ആലോചിക്കാറില്ല. ഇപ്പോഴാണെങ്കിൽ രാത്രിയല്ല, ഘോരമായ രാത്രിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും പീക്കായ സമയം ഇത് കലിയുഗത്തിൻ്റെ പീക്ക് സ്റ്റേജാണ്. കലിയുഗത്തിൻ്റെ തീവ്രത ഇനിയും വർദ്ധിക്കും. എന്നാൽ അപ്പോഴും ഒരു സമയമുണ്ട്. ആ സമയത്ത് ചിലർ ഉറങ്ങുകയായിരിക്കും, ചിലരോ ഉറങ്ങാൻ പോവുകയായിരിക്കും. എന്നാൽ മറ്റു ചിലർ ആ സമയത്ത് ഉണർന്നെഴുന്നേൽക്കും. ഇത് നമ്മുടെ വീടുകളിലും ഉണ്ടാകാറുണ്ട്, ഇല്ലേ? നിങ്ങളിൽ എത്ര പേരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്? ചിലർ ഗുഡ് നൈറ്റ് ആകുമ്പോഴായിരിക്കും മറ്റു ചിലർ ഗുഡ് മോർണിംഗ് ആവുക. ആ സമയം പുലർച്ചെ 3 AM മുതൽ 5 AM വരെയുള്ള സമയമാണ്. 4 AM മുതൽ 5 AM വരെയുള്ള സമയത്തിനെ നമ്മൾ ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ അമൃതവേള എന്നാണ് പറയാറുള്ളത്. കലിയുഗീ സംസ്കാരത്തിനുള്ളവർക്ക് അത് ഗുഡ് നൈറ്റ് പറയാനുള്ള സമയമാണ്. ഇനി നമുക്ക് നമ്മുടെ വൈബ്രേഷൻസിനെ ഉയർത്തണം എന്നാണ് ആഗ്രഹമെങ്കിൽ അത് നമ്മൾ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമാണ്. ഗുഡ് മോർണിംഗ് മീൻസ് എവേക്കനിങ്. എവേക്കനിങ് എന്ന് വെച്ചാൽ സൃഷ്ടിചക്രത്തിലെ ഈ ഉണരേണ്ട സമയത്ത് പോലും ധാരാളം ആളുകൾ അവരുടെ അജ്ഞാനം നിറഞ്ഞ സംസ്കാരത്തിൽ ജീവിക്കുന്നുണ്ട്. അവർ പറയും ദേഷ്യം നോർമലാണ്, സ്ട്രെസ് നോർമലാണ്. കോവിഡ് കാലത്ത് അവർ പറഞ്ഞു ഭയം നോർമലാണ്, വറി ഈസ് നോർമൽ. എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും അവർ നോർമലായാണ് പറയുന്നത്. ഇമോഷൻസിനെയെല്ലാം തന്നെ നോർമലാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഡയബറ്റീസ്, ക്യാൻസർ ഒക്കെ വന്നാൽ അതിനെയും ഇതൊക്കെ ഇപ്പോൾ സാധാരണമല്ലേ എന്ന് തന്നെ പറയുന്നു. എന്തിന്, ഡിപ്രഷൻ പോലും ഈയിടെയായി നോർമലായിട്ടാണ് പറയുന്നത്. ഡിവോഴ്സുകൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അതിനെയും നമ്മൾ നോർമലായിട്ടാണ് പറയാൻ തുടങ്ങി. അജ്ഞാന നിദ്രയിലെ കലിയുഗീ സംസ്കാരങ്ങൾ എന്നാൽ കംഫോർട്ടബിൾ ആയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ഈ സമൂഹം നോർമൽ എന്ന് ലേബൽ ചെയ്യുകയാണ്. അതുമാത്രമല്ല, നോർമൽ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വർദ്ധിപ്പിക്കാനും തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ വളരെ പഴയ കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒരു 30 വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാനാവും അന്ന് നമുക്ക് ഡിപ്രഷനെ പറ്റി അറിയുമായിരുന്നില്ല. ക്യാൻസർ അപൂർവമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിവോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അത് ആരോടും പറഞ്ഞിരുന്നില്ല. വെറും 30 വർഷത്തിനുള്ളിൽ നമ്മൾ നോർമൽ എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ തന്നെ മാറ്റിയെടുത്തു. അങ്ങനെ അജ്ഞാന നിദ്രയിൽ ഉറങ്ങാനും തുടങ്ങി. ഇങ്ങനെയുള്ള സമയത്തും വളരെ കുറച്ചു പേർ മാത്രം ഗുഡ് മോർണിംഗ് പറയാറുണ്ട്.
നമ്മൾ ഏത് സൈഡിലാണ് ഉള്ളത് എന്ന് ഏറ്റവും ആദ്യം നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സൈഡിൽ ആണോ അതോ ഗുഡ് നൈറ്റ് സൈഡിലാണോ പറയൂ? ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന സൈഡിലുള്ള ഒരാൾ പോലും ഇവിടെ വന്നിട്ടുണ്ടാവില്ല. കാരണം വളരെ സിമ്പിളാണ്. ആർക്കാണ് ഉണരാൻ ആഗ്രഹമുള്ളത് അവർ മാത്രമേ ഇവിടേക്ക് വരികയുള്ളൂ. ഉണരുക എന്നാൽ ഉന്നതിക്കായി പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം. നമുക്കാർക്കും ഈ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല. ഇവിടെ ഇപ്പോൾ എല്ലാ നെഗറ്റീവ് ഇമോഷൻസും മാത്രമാണുള്ളത്. അസൂയ, കോമ്പറ്റീഷൻസ്, കമ്പാരിസൺ ഇതൊക്കെ ഇവിടെ നോർമലായിട്ടാണ് കാണപ്പെടുന്നത്. ദിസ് ഈസ് നോട്ട് നോർമൽ. യഥാർത്ഥത്തിൽ ഇതൊന്നും സ്വാഭാവികമായ ഇമോഷൻസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് നോർമലായി തോന്നുന്നത്? Awakening to സംസ്കാർസ് ഓഫ് ദ ഗോൾഡൻ ഏജ്. Awakening to സംസ്കാർസ് ഓഫ് ദ ഗോൾഡൻ ഏജ്. സത്യയുഗത്തിലെ സംസ്കാരങ്ങൾ സ്വയത്തിൽ ഉണർത്തുക. ഇപ്പോഴത്തെ ഈ ട്രാൻസിഷൻ പീരീഡിനെ ഒരു ക്ലോക്കിൻ്റെ ആധാരത്തിൽ നോക്കുകയാണെങ്കിൽ 12 മണി മുതൽ 7 മണി വരെ സത്യയുഗം, 3 മണി മുതൽ 6 മണി വരെ ത്രേതായുഗം, 6 മണി മുതൽ 9 മണി വരെ ദ്വാപരയുഗം, പിന്നെ 9 മണി മുതൽ 12 മണി വരെ കലിയുഗം. ഇപ്പോൾ ആ ക്ലോക്കിൽ സൂചികൾ എവിടെയാണുള്ളത് എന്ന് നോക്കുക. ഒരു മണിക്കൂറിൽ ഓരോ 15 മിനിറ്റുമാണ് നമ്മൾ ഓരോ യുഗമായി കണ്ടത്. ഇപ്പോൾ എല്ലാ യുഗങ്ങളും അവസാനിച്ചതായി കാണാൻ കഴിയും. ക്ലോക്കിൻ്റെ സൂചികൾ എവിടെയാണ് അവസാനം നിൽക്കുന്നുണ്ടാവുക? അതെ, സൂചികൾ 12നോട് തൊട്ടടുത്താണ് നിൽക്കുക. നമുക്കിനി അധികം സമയം അവശേഷിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയുടെ ഒരു കളക്റ്റീവ് എനർജിയുടെ വൈബ്രേഷൻസ് എത്ര താഴ്ന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഈ സമയത്താണ് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പ്രോബ്ലംസും ഇല്ല, എല്ലാം നന്നായി പോകുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിരാശ, ഭയം, അനാവശ്യ ചിന്തകൾ എന്നിവ ഉണ്ടാകുന്നു. ഇതിനൊന്നും പ്രത്യേകമായി ഒരു കാരണങ്ങളുമില്ല. എന്നിട്ടും നിങ്ങൾ വളരെ ലോ ആയി ഫീലിംഗ് ഉണ്ടാകുന്നു. ഒരു പ്രോബ്ലംസും ജീവിതത്തിൽ ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഈ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ വായുവിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ വ്യക്തിത്വ സംരക്ഷിക്കുന്നതിനായി അന്തരീക്ഷത്തിൻ്റെ പ്രഭാവത്തിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ ഈ ഭൂമിയിൽ ഭയവും ആകുലതയും വളരെയധികം വർദ്ധിച്ചു. ഭയവും ആകുലതയും ഈ ലോകത്ത് വർദ്ധിച്ചതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാരണം ദശലക്ഷക്കണക്കിനു ഭയവും ആകുലതയും നോർമലാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ലോകത്ത് ധാരാളം സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ വൈബ്രേഷൻസ് മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ താഴ്ന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇതിൻ്റെ എഫക്റ്റ് നമ്മുടെ മനസ്സുകളിലും ഉണ്ടായി. തനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ലോ ആയി ഫീൽ ചെയ്യുന്നത് എന്ന് പലർക്കും മനസ്സിലായത് പോലുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലംസും ഉണ്ടായിരുന്നില്ല, പക്ഷേ അന്തരീക്ഷം പൊല്യൂട്ടഡ് ആണ്, വളരെയധികം മലിനമാണ്. ഇനി ഒന്നുകിൽ ഈ ലോകം മാറണം, അല്ലെങ്കിൽ നമ്മൾ മാറ്റത്തിന് റെഡിയാകണം. ഇതിൽ രണ്ടിലൊരു കാര്യം സംഭവിച്ചാലേ മതിയാകും. ഉദാഹരണത്തിന്, എൻ്റെ ആരോഗ്യം ആവറേജ് ആണ് എന്ന് കരുതുക. ഞാൻ വളരെ പൊല്യൂട്ടഡ് ആയി നിൽക്കുന്ന ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ശ്വാസതടസ്സവും ആസ്മയും ഒക്കെ അനുഭവപ്പെടും. ഇനി ഞാൻ ഡൽഹിയിൽ നിന്ന് മാറി വേറൊരു സിറ്റിയിൽ സെറ്റിൽ ആയാൽ ഞാൻ പെർഫെക്റ്റ് ആകും, എൻ്റെ ആരോഗ്യം നന്നായി നിൽക്കും. അതുകൊണ്ട് ഞാൻ ഒന്നെങ്കിൽ താമസിക്കുന്ന സിറ്റിയെ മാറ്റണം, അല്ലെങ്കിൽ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് എൻ്റെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ എനിക്ക് അവിടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് ഈ ലോകവും. നമുക്ക് ഈ ലോകത്തെ മാറ്റാൻ കഴിയില്ല, പക്ഷേ ഈ ലോ വൈബ്രേഷൻ ആയ സമയത്തെ മറികടക്കാനായി പ്രയത്നിക്കാൻ കഴിയും. കലിയുഗത്തിൻ്റെ പീക്കായ അവസ്ഥ ഘോര കലിയുഗം. എന്നാൽ പുറംലോകം നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. ഘോര കലിയുഗത്തിൻ്റെ വൈബ്രേഷൻസ് എത്ര താഴ്ന്ന നിലയിലേക്ക് വരെ പോകാം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
വൈബ്രേഷൻസ് ലോ ആകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രഭാവം നമ്മുടെ ഓറയിലും ഉണ്ടാകാൻ തുടങ്ങുന്നു. നമ്മൾ ലോ ഫ്രീക്വൻസിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങളും ആളുകളും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആളുകളും സാഹചര്യങ്ങളും എന്നെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് വ്യക്തികളും സംഭവങ്ങളും എന്നെ സ്വാധീനിക്കുന്നു എന്ന എൻ്റെ ഒരേ ഒരു സംസ്കാരത്തെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു സംസ്കാരത്തെ മാറ്റുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും കളക്റ്റീവ് എനർജിയുടെ സ്വാധീനത്തിൽ വരില്ല. ഇപ്പോൾ ലോകം 10% ഫ്രീക്വൻസിയിലും സത്യയുഗം 100%ലുമാണ് നിലനിൽക്കുന്നത്. ഇതിൽ ഏത് നമ്പറിലാണ് നമ്മൾ കാണപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. 10, 20, 30, 40, 50. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ. അങ്ങനെ 90 വരെയുള്ള നമ്പറുകളുണ്ട്. നമ്മൾ 100ലേക്ക് എത്തിയിട്ടില്ല. ഇതിൽ ഏത് നമ്പറിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്? 20യിലാണോ? 30യിലാണോ? 40യിലാണോ? ഇത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചാണ് ഉള്ളത്. ശരിയാണ്. നമുക്ക് നമ്മുടെ നമ്പർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നാണ് നോക്കേണ്ടത്. അത് എഴുതി വെക്കണം. കാരണം നമുക്ക് അതിൽ നിന്നും മുകളിലേക്കാണ് എത്തിച്ചേരേണ്ടത്. ഇനി നമ്മൾ 90യിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് 100ലേക്കാണ് എത്താനുള്ളത്. രണ്ടാമതായി എഴുതി വെക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ പതുക്കെ സ്വയത്തെ മുകളിലേക്ക് ഉയർത്തിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ താഴത്തേക്ക് തന്നെ പോകും. വാഹനം മുകളിലേക്ക് കയറുന്നത് പോലെ തന്നെയാണിത്. എത്ര പതുക്കെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മുകളിലേക്ക് പോകണം. ഇനി ഈ വാഹനം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അത് താഴേക്ക് തന്നെ വരിക ചെയ്യും. കാരണം ചുറ്റുമുള്ള എനർജി അതിനെ താഴേക്ക് വലിക്കും. ഒരു ലോക്കൽ ട്രെയിനിനെ നോക്കാം. നമ്മൾ ഏത് ഡിറക്ഷനിൽ ആണോ നിൽക്കുന്നത് ആ ഡിറക്ഷനിലേക്ക് നമ്മുടെ ചുറ്റുമുള്ള എനർജി നമ്മളെ പുഷ് ചെയ്യുന്നു. നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിലും പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള അകത്തേക്ക് തന്നെ വലിയ ഫോഴ്സ് നമ്മളെ ഉള്ളിലേക്ക് തള്ളുന്നു, പുഷ് ചെയ്യുന്നു. സോ the collective energy of the planet makes a big difference. The collective energy of the country makes a big difference. The collective energy of the city where do we live make a lot of difference. ഇവിടെ നിന്നും മാറി നിങ്ങൾ വേറെ സിറ്റിയിലേക്ക് പോയാൽ അറ്റ്മോസ്ഫിയറിൽ ആ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ കഴിയും. ഓം ശാന്തി.